മദ്യം എന്നുള്ളത്, ലഹരി എന്നുള്ളത്. ഒരൽപ്പം ലഹരി സേവിച്ചു കഴിഞ്ഞാൽ വേണ്ടാത്തതും അവനക്ക് വേണ്ടുന്നതായി തോന്നുകയും പറ്റാത്തതും അവനക്ക് പറ്റുന്നതായി തോന്നുകയും ഒരവസ്ഥയിലേക്ക് അവന്റെ ഹൃദയത്തെ തന്നെ മനസ്സിനെ തന്നെ മാറ്റുകയാണ്. അറബിയിൽ ലഹരിക്ക് പറയുന്ന പേര് തന്നെ ഹംബ് എന്നാണ്. മദ്യം എന്ന് പറഞ്ഞാൽ ഹംബ് എന്ന് പറയുന്നത് മുഖമക്കന മൂടപടം എന്നുള്ളതിൽ ധരിക്കപ്പെട്ട എന്തുകൊണ്ട് ഹൃദയത്തെ ഇതുകൊണ്ട് ആവരണം ചെയ്യുന്നത് മൂടപ്പെടും. മദ്യം സേവിക്കുന്നവന്റെ കൽബ് മനസ്സ് മൂടപ്പെടും. പിന്നെ അവനിക്ക് പറ്റാത്തതും പറ്റുന്നതായും അവന്റെ അവസ്ഥയാകെ മാറി എന്തിനുമുള്ള ധൈര്യവും പ്രചോദനവും അവനിക്ക് നൽകുന്ന ഊർജ്ജവും നൽകുന്നത്. ഇത് തന്നെയല്ലേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ലഹരിക്ക് അടിമപ്പെട്ട ചെറുപ്പുള്ള യുവത്വങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ എന്തു വേണ്ടാത്തരവും ചെയ്യാൻ സ്വന്തം മാതാവിനെയും സ്വന്തം നാമാക്കിയവരെയും ഒക്കെ കേവലം നിമിഷ നേരം കൊണ്ട് കൊല ചെയ്യപ്പെട്ടുകൊണ്ടുള്ള എത്രയെത്ര ദുഃഖ സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഈ വിശുദ്ധ റമദാനിൽ വരെ നാം വായിക്കപ്പെട്ടതും നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊണ്ട് തന്നെ ഈ ഒരു വലിയ തിന്മക്കെതിരെ നമുക്കൊന്നിച്ച് ഒരുമയോടുകൂടി ജാതി മത കച്ചു രാഷ്ട്രീയ സംഘടനകൾക്ക് അതീതമായിട്ട് നമുക്കെല്ലാവർക്കും ഒന്നിച്ചുകൊണ്ട് ഇതിനെതിരിൽ പ്രതികരിക്കേണ്ടതുണ്ട്. ഇതിനെതിരെ നമുക്ക് ഒന്നിക്കേണ്ടതുണ്ട്. അല്ലാഹു ഈ ഒരു ഒത്തുചേരൽ അതിനൊരു കാരണമാക്കി തീർക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രതിജ്ഞ ചൊല്ലിച്ചൊല്ലുകയാണ്. എല്ലാവരും ഏറ്റുചൊല്ലി ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ നമ്മുടെ മഹല്ല് അതിന്റെ നാമത്തിന്റെ അവർക്കും സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും ഒരായിരം പെരുന്നാൾ ആശംസിക്കുന്നു. ലഹരി സർവ്വതിന്മകളുടെയും കാരണമാണ്. നൈമിഷികമായ ആസ്വാദനത്തിനു വേണ്ടി പവിത്രമായ നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി നശിപ്പിക്കുന്ന മാരകമായ മരുന്നാണ് അതെന്ന് പുതിയ കാലത്തെ നിരവധി സംഭവങ്ങളിൽ നിന്ന് നാം തിരിച്ചറിയുന്നു. അതിനാൽ തന്നെ ചെറിയ അളവിൽ പോലും ലഹരി ഉപയോഗിക്കാനോ വിതരണം ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ നാം പരിഷ്കൃത മനുഷ്യ സമൂഹം ഒരിക്കലും തയ്യാറല്ല. ലഹരിയുടെ ഭീകര വലയത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടാതിരിക്കാൻ സാധ്യമായ എല്ലാവിധ കരുതലും നടപടികളും നാം സ്വീകരിക്കുകയും നമ്മുടെ മഹല്ല് പ്രാദേശിക നേതൃത്വങ്ങൾ നടത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളുമായും സഹകരിക്കുകയും ചെയ്യും. മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച് കാടത്തങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ലഹരിക്കെതിരെ സജീവമായ ബോധവൽക്കരണം നടത്തുകയും ലഹരിയിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്നവരെ അതിനായി സഹായിക്കുക